+2 മാത്സ് സിലബസിലെ ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സെറ്റ് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്, ടൈപ്സ് ഓഫ് റിലേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ചും കൂടി ഫങ്ഷൻസും റിലേഷൻസുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എയുടെ സബ്സെറ്റാണ് റിലേഷൻ എന്ന് പറയുന്നത്. എ ക്രോസ് എയുടെ സബ്സെറ്റ് എന്ന് പറയുന്നത് ഒന്ന് നൾ സെറ്റാണ്. അതേപോലെ എ ക്രോസ് എ എന്ന് പറയുന്നത് ഒരു സബ്സെറ്റാണ്. നൾ സെറ്റ് ആൻഡ് എ ക്രോസ് എ ആർ ടു സബ്സെറ്റ് ഓഫ് ക്രോസ് എ. Null set is called empty set. Thus the empty set, null set and A cross A are two extremes relations. ഇത് രണ്ടും എക്സ്ട്രീം റിലേഷൻസ് ആണ്. ഇപ്പോൾ ഒരു സെറ്റിൽ n എലിമെൻ്റ് ഉണ്ടെങ്കിൽ അതിൽ 2n സബ്സെറ്റ് ഉണ്ടാകും. 2n സബ്സെറ്റിൽ ഒന്ന് നൾ സെറ്റ് ആയിരിക്കും, മറ്റത് അതേ സെറ്റ് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ റിലേഷൻ R in the set A equal to 1, 2, 3, 4 given by R equal to AB such that A minus B equal to 10. അത് A എന്ന സെറ്റ് 1, 2, 3, 4 അതിലൊരു റിലേഷൻ AB such that A minus B is equal to 10. This is an empty set. ഒരു empty set ആയിരിക്കും. Since no pair AB satisfy the condition A minus B is equal to 10. അപ്പോൾ അത് A എന്ന സെറ്റിൽ 1, 2, 3, 4 ആണ്. അതിലേത് എലമെൻ്റ് എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 10 കിട്ടില്ല. അതായത് 1 - 2 ആണെങ്കിൽ -1, 2 - 3 ആണെങ്കിൽ -1, 4 - 3 ആണെങ്കിൽ 1, 4 - 2 ആണെങ്കിൽ 2, അങ്ങനെ കിട്ടും. A minus B 10 ആവുന്ന ഒരു പെയർ നമുക്കതിൽ കിട്ടില്ല. അതുകൊണ്ട് ആ സബ്സെറ്റിൽ, ആ സെറ്റിൽ, R എന്ന സെറ്റിൽ ഒരു എലമെൻറ്റും ഉണ്ടാവില്ല. therefore it is a empty set. അതൊരു empty സെറ്റ് ആയിരിക്കും. ഇനി സിമിലർലി വേറൊരു സെറ്റിൽ R ഡാഷ് എന്ന് പറയുന്നത് AB such that modulus A minus B is greater than or equal to 0. ഈ റിലേഷൻ എടുക്കും. R ഡാഷ് ഈക്വൽ AB such that mod A minus B greater than or equal to 0. ഇതിലെ എലമെൻറ്റ് കണ്ടുപിടിച്ചാൽ the whole set A cross A, all pairs AB in A cross A satisfies modulus A minus B greater than or equal to 0. അപ്പോൾ ഈ റിലേഷനിൽ A cross Aയിലെ എല്ലാ എലമെൻറ്റും ഉണ്ടാകും. ദാറ്റ് ഈസ് 1 - 2, മോഡുലസ് 1 - 2, 1 greater than 0 equal to 0, 1 - 1 ആണെങ്കിൽ 0, 2 - 4 ആണെങ്കിൽ മോഡുലസ് 2 - 4 ആണെങ്കിൽ 2, ദാറ്റ് ഈസ് greater than 0. അപ്പോൾ അതിൽ എല്ലാ എലമെൻറ്റും ഉണ്ടാകും. That means A cross A, that is the whole set. This two extreme example leads us to the following W. ഈ രണ്ട് എക്സാമ്പിൾ നമ്മൾ രണ്ട് ഡെഫിനിഷനിലേക്ക് എത്തിക്കും. ഒന്നാമത്തെ ഡെഫിനിഷൻ 1. A relation R in the set A is called empty relation. No element of A is related to any element of A. That is R equal to null set A cross A. അത് empty relation എന്ന് പറയുന്നത് no element of A is related to any element of A. അതായത് എയിൽ എലമെൻറ്റ് തമ്മിൽ റിലേഷൻ ഉണ്ടാവില്ല. അതായത് A ക്രോസ് എയിൽ എലമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള റിലേഷനാണ് empty relation. രണ്ടാമത്തെ എക്സാമ്പിൾ, A relation R in the set A is called universal relation. Each element of A is related to every element of A. That is R equal to A cross A. എല്ലാ എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവണം, റിലേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ്
യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. Both the empty relation and the universal relation are sometimes called trivial relation. ഈ രണ്ട് റിലേഷൻ നമ്മൾ ട്രിവിയൽ റിലേഷൻ എന്ന് പറയും. അതായത് എംപ്റ്റി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനും കൂടിയിട്ട് ട്രിവിയൽ റിലേഷൻസ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ റിലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറേ മെത്തേഡ്, ക്ലോസ്റ്റർ മെത്തേഡ്, സെറ്റ് ബിൽഡർ മെത്തേഡ്, കുറേ ടൈപ്പ് ഓഫ് നൊട്ടേഷൻസ് ഡിനോട്ടിങ് എ റിലേഷൻ. ഫോർ എക്സാമ്പിൾ, എ റിലേഷൻ ആർ ഇൻ സെറ്റ് 1 2 3 4 defined by AB is equal to AB such that B equal to stays A or B if and only B equal to A plus 1. നമ്മൾ എ ബി തമ്മിലുള്ള ഒരു റിലേഷനെ സൂചിപ്പിക്കാൻ നമുക്ക് ഈ നൊട്ടേഷൻ വയ്ക്കാം. ദാറ്റ് ഈസ് എ റിലേറ്റഡ് ടു എ ആർ ബി. എ ആർ ബി എന്ന് പറയുന്നത് ഇവിടെ ബി ഈക്വൽ ടു എ പ്ലസ് 1. എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ബി ഈക്വൽ ടു എ പ്ലസ് 1 ആണ്. അപ്പോൾ നമ്മളിനി ഇഫ് എ ബി ബിലോങ്സ് ടു ആർ വി സേ ദാറ്റ് എ ഈസ് റിലേറ്റഡ് ബി ആൻഡ് ബി ഡിനോട്ടഡ് എ ആർ. ഇവിടെ ഒരു നൊട്ടേഷനാണിത്. എ ബി തമ്മിലുള്ള റിലേഷനെ സൂചിപ്പിക്കുന്നത് അങ്ങനെ സൂചിപ്പിക്കും. എ ആർ ബി എ ആർ ഇതൊരു നൊട്ടേഷനാണ്. ഇനി നമ്മൾ അടുത്ത ഡെഫിനിഷനിലേക്ക് പോകണം. അതായത് റിലേഷൻ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഇപ്പോൾ റിലേഷൻ ആർ എന്ന സെറ്റ് എ ഈസ് കൊണ്ട് റിഫ്ലെക്സീവ് ആണെങ്കിൽ ഈ എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ടു, അതായത് എയിലെ എത്ര എലമെൻ്റ് ഉണ്ടോ ആ എലമെൻ്റെല്ലാം അതേ എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും. അതായത് റിഫ്ലെക്സീവ് എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ടു എ. അതാണ് റിഫ്ലെക്സീവ് എന്നതിൻ്റെ ഡെഫിനിഷൻ. അതായത് എ എന്ന സെറ്റിൽ 1 2 ഉണ്ടെങ്കിൽ ആ റിഫ്ലെക്സീവ് റിലേഷനിൽ എന്തുണ്ടായിരിക്കണം? 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം. 1 2 ഉണ്ടെങ്കിൽ 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം. ഇതിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അതെല്ലാം ഇവിടെ പെയറായിട്ടുണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ സിമെട്രിക്. A1 A2 belongs to R means A2 A1 belongs to for all A1 A2 belongs to. അതായത് എയിൽ A1 A2 ഉണ്ടെങ്കിൽ രണ്ട് എലമെൻ്റ് ഉണ്ട്. A1 A2 ഉണ്ടായിരിക്കണം ആ റിലേഷനിൽ, അതേപോലെ A2 A1 ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് സിമെട്രിക് ആയിരിക്കും. അതായത് 1 2 പെയർ 1 2 ആറിലുണ്ടെങ്കിൽ 2 1 കൂടി ഉണ്ടായിരിക്കണം. 2 3 ഉണ്ടെങ്കിൽ 3 2 ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയുള്ള പേഴ്സ് ഉണ്ടെങ്കിൽ ആ റിലേഷനാണ് സിമെട്രിക് ആകുന്നത്. സിമെട്രിക്. മൂന്നാമത്തെ ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനിഷൻ A1 A2 belongs to A2 A3 belongs to implies A1 A3 belongs to for all A1 A2 A3 belongs to A1 A2 A2 A3 ഉണ്ടെങ്കിൽ A1 A2 A2 A3 ഉണ്ടെങ്കിൽ അതിൽ A1 A3 കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് റിലേഷൻ. ഫോർ എക്സാമ്പിൾ 1 2 ഉണ്ട്, അതേപോലെ 2 3 ഉണ്ട്. 1 2 2 3 ഉണ്ടെങ്കിൽ അതിൽ 1 3 ഉണ്ടായിരുന്നു, 1 3 കൂടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആണ്. ഇപ്പോൾ റിഫ്ലെക്സീവ് A belongs to R for every A belongs to. Symmetric A1 A2 belongs to R implies A2 A1 belongs to R. Transitive if A1 A2 belongs to R, A2 A3 belongs to R implies A1 A3 belongs to R.
ഇനി ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ അതിനാണ് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയും. ഇക്വാലൻസ് റിലേഷൻ ഒരു ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ആറിൻ്റെ സെറ്റ് ഈസ് സെറ്റ് ടു ബി an equivalence relation if it is reflexive, symmetric and transitive. ഒരു റിലേഷൻ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ആണെങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻ നമ്മൾ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ സെറ്റ് 1, 2, 3 given by 1, 1, 2, 2, 3, 3, 1, 2, 2, 3 is reflexive but neither symmetric nor transitive. R എന്ന സെറ്റിൽ 1, 2, 3 എലമെൻ്റ് ഉണ്ട്. R എന്ന റിലേഷനിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1, 1, 2, 2, 3, 3, 1, 2, 2, 3 ആണ്. ഇത് റിഫ്ലെക്സീവ് ആണ്, പക്ഷേ സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇപ്പോൾ റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്തുണ്ടാകും? 1, 2, 3 ഉണ്ട് സെറ്റിൽ. ഇപ്പോൾ 1, 1 ഉണ്ടാവണം, 2, 2 ഉണ്ടാവണം, 3, 3 ഉണ്ടാവും. അപ്പോൾ അതിൽ 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഇപ്പോൾ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. ഇനി സിമെട്രിക് ആണ്. സിമെട്രിക് ആണെങ്കിൽ 1, 2 ബിലോങ്സ് ടു R ആണെങ്കിൽ 2, 1 ബിലോങ്സ് ടു R ആയിരിക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ 2, 1 ഇല്ല. 1, 2 ബിലോങ്സ് ടു R, 2, 1 നോട്ട് ബിലോങ്സ് ടു R. ഇപ്പോൾ റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഇപ്പോൾ രണ്ട് എലമെൻറ്റ് 1, 2 ബിലോങ്സ് ടു R, 2, 3 ബിലോങ്സ് ടു 1, 2, 2, 3 ഉണ്ടെങ്കിൽ 1, 3 ഉണ്ടായിരിക്കണം. 1, 3 പക്ഷേ 1, 3 ഈ സെറ്റിലില്ല. R എന്ന സെറ്റിൽ 1, 3 ഇല്ല. therefore it is not transitive. അത് റിഫ്ലെക്സീവ് മാത്രമേ ആകുന്നുള്ളൂ, സിമെട്രിക്കും ട്രാൻസിറ്റീവ് അല്ല. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ. Show that the relation R in the set of integers given by R equal to AB such that 2 divides A minus B is an equivalence relation. Set of integers, സെറ്റിൽ ഒരു റിലേഷൻ എന്ന് പറയുന്നത് 2 divides A minus B. A minus B നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് റിലേഷൻ. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കണം. അപ്പോൾ R റിഫ്ലെക്സീവ് ആയിരിക്കും. സിൻസ് 2 divides A minus A for all A belongs to Z. അതായത് A minus A എന്ന് പറയുന്നത് 0 ആണ്. 0 is divided by 2. That is 0 divided by 2 equals 0. അപ്പോൾ നമുക്ക് 2 കൊണ്ട് A minus A ഡിവൈഡ് ചെയ്യാം. അതായത് 1 minus 1, 2 minus 2, 3 minus 3 എല്ലാത്തിലും ഉണ്ടാകും. ആ സെറ്റിൽ ആറിലുണ്ടാകും. therefore A belongs to R. therefore it is reflexive. ഇവിടെ R റിഫ്ലെക്സീവ് ആണ്. ഇനി അത് സിമെട്രിക് ആണോ നോക്കാം. അപ്പോൾ ദാറ്റ് if AB belongs to R, then 2 divides A minus B. 2 divides A minus B. Also 2 divides B minus A. B minus A 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. A minus B കൊണ്ട് A minus B 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതേപോലെ B minus A 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. Hence BA belongs to R, which shows that R is symmetric. അതായത് 2 minus 2, 4 belongs to R ആണെങ്കിൽ 2 minus 4 that is 2 minus 2, 2 minus 4 minus 2 divided by 2.
Also PA, that is 4 minus 2. 4 minus 2 equal to 2. 2 divides 2. That 2 4 belongs to R, implies 4 2 belongs to R. Therefore it is symmetric. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. Similarly, if AB belongs to R and BC belongs to R, implies A minus B and B minus C are divisible by 2. AB belongs to R means A minus B is divided by 2. BC belongs to R means B minus C is divisible by 2. Now, if we add this A minus B plus B minus C, we get A minus C. A minus B എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആയിരിക്കും. B minus C എന്ന് പറയുന്നതും ഒരു ഈവൺ ആയിരിക്കും. ഒരു ഈവൺ നമ്പർ രണ്ട് ഈവൺ നമ്പർ ആഡ് ചെയ്താൽ കിട്ടുന്നതും ഒരു ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ we can divide that even number by 2. Therefore A minus C is also divisible by 2. That means AB belongs to R, BC belongs to R, implies AC belongs to R. This shows that R is transitive. ഇപ്പോൾ ഇവിടെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് R is an equivalence relation in set of integers. നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. Third example. Let L be the set of all lines in a plane and R be the relation L defined as R equal to L1 L2 such that L1 is perpendicular to L2. Show that R is symmetric but neither reflexive nor transitive. ഇവിടെ relation L1 L2, 2 lines. L1 is perpendicular to L2. The set of all lines ഒരു relation L1 perpendicular to L2. ഇത് ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ R ഈസ് നോട്ട് റിഫ്ലക്സീവ്. R റിഫ്ലക്സീവ് അല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ L1 നോട്ട് പെർപെൻഡിക്കുലർ ടു L7. ഒരു ലൈൻ അതേ ലൈനിന് പെർപെൻഡിക്കുലർ ആവില്ല. ഒരു ലൈൻ അതേ ലൈനിന് പാരലലാണ്, പക്ഷേ നോട്ട് പെർപെൻഡിക്കുലർ. Therefore L1 not belongs to R. L1 is not perpendicular to L1. Therefore the first condition is not true. Therefore it is not reflexive. ഇനി സിമെട്രിക് ആണോ നോക്കാം. L1 L2 belongs to R. That means L1 is perpendicular to L2. L1 is perpendicular to L2 means L2 is perpendicular to L1. That means L2 L1 belongs to R. ഇപ്പോൾ L1 L2ന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ L2 L1 ഇവിടെ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. L1 പെർപെൻഡിക്കുലർ ടു L2 ആണെങ്കിൽ that L2 is also perpendicular to L1. Therefore it is symmetric ആണ്. പെർപെൻഡിക്കുലർ എന്ന കണ്ടീഷൻ സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. L1 is perpendicular to L2. That L2 is perpendicular to L2. L2 എന്ന ലൈൻ മൂന്നാമത്തെ ലൈൻ L3 എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. ബട്ട് L1 is not perpendicular to L3. L1 L3ന് പെർപെൻഡിക്കുലർ അല്ല. L1 is parallel to L3 ആണ്. L1 is parallel to L3. That means L1 L2 belongs to R, L2 L3 belongs to R, but L1 L3 is not belongs to R. Therefore it is not transitive. The relation is not transitive. Therefore it is not an equivalence relation. അപ്പോൾ ഇക്വാലൻസ് റിലേഷൻ നമ്മൾ പഠിച്ചു. ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നത് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനാണ്. അതായത് റിഫ്ലക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം.
ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. എക്സസൈസിൽ 1.1 എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ കുറച്ച് പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ റിഫ്ലക്സീവ് സിമെട്രി ആൻഡ് ട്രാൻസിറ്റ്, അതായത് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റിലേഷൻ ആർ എന്ന സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 എക്സെട്ര 13 14, അതായത് 13 14 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. അതിലെ റിലേഷൻ എക്സ് വൈ ഈക്വൽ ടു 3x - y ഈക്വൽ ടു 0. Solution is 3x - y is equal to 0. That is 3x equal to y. That is x equal to y by 3. 3x equal to y. Y equal to 3x. അതാണ് റിലേഷൻ. അപ്പോൾ y എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര 14 വരെയാണ്. അപ്പോൾ 3x - y is equal to 0. That is y equal to 3x ആകുന്ന പേഴ്സ് കണ്ടുപിടിച്ചാൽ ആറിലെ എലമെൻറ്റ്സ് 1 3 എന്ന് കിട്ടും. അതായത് 1 × 3 3 2 6 2 × 3 6 3 × 3 9 4 × 3 12 5 × 3 15 ആണ്. പക്ഷേ 5 15 ഇത് വരില്ല. അതിൽ 15 എന്ന എലമെൻ്റ് ഇല്ല. 14 വരെ മാത്രം 5 15 എന്ന പെയർ ഇതിൽ വരും. അതിൽ വരുന്നത് 3 എലമെൻറ്റ്സ് ആണ് 4 12. അപ്പോൾ ഇത് നമുക്ക് റിഫ്ലക്സീവ് ആണെന്നാണ്. അപ്പോൾ നമ്മൾ അതിലെ പെയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും റിഫ്ലക്സീവ് അല്ല. 1 1 2 2 എക്സെട്ര 14 14 ഇല്ല. 1 1 2 2 എക്സെട്ര ഉണ്ടാവണം. എ ബിലോങ്സ് ടു ആർ ആയിരിക്കും. നോട്ട് സിമെട്രിക്, നോട്ട് റിഫ്ലക്സീവ്. ഇനി സിമെട്രിക് ആണ് നമുക്ക് 1 3 ബിലോങ്സ് ടു ആർ, ബട്ട് 3 1 നോട്ട് ബിലോങ്സ് ടു ആർ. ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവ് ആണ് നമുക്ക് 1 3 3 9 ബിലോങ്സ് ടു ആർ. 1 3 ഉണ്ട് 3 9 ഉണ്ട്. പക്ഷേ 1 9 നോട്ട് ബിലോങ്സ് ടു ആർ. Therefore it is not transitive. അപ്പോൾ ഇവിടെ 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ ആർ ഈസ് neither reflexive, not symmetric, not transitive. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റിലേഷൻ ആർ എന്ന സെറ്റ് എ ഈക്വൽ 1 2 3 4 5 6 as x such that y is divisible by x. y is divisible by x. അപ്പോൾ അങ്ങനെയുള്ള എലമെൻറ്റ്സ് നമുക്കതിൽ കണ്ടുപിടിക്കണം. ഇപ്പോൾ എല്ലാ എലമെൻറ്റും കാണുന്നില്ല. നമ്മൾ സെറ്റിലെല്ലാം കുറേ എലമെൻറ്റ്സ്, ഇതിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ എല്ലാം എഴുതണമെന്നില്ല. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എ ബിലോങ്സ് ടു എക്സ് എക്സ് ബിലോങ്സ് ടു വീണ്ടും പോസ് ചെയ്യും. A equal to set 1 2 3 4 5 6 r equal to x y such that y is divisible by x. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിലേഷൻ. ദാറ്റ് ഈസ് y is divisible by x. y എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സാണ് ആ സെറ്റിൽ ആറിൽ ഉള്ളത്. അപ്പോൾ എല്ലാ എലിമെൻറ്റ്സും നമുക്ക് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ജനറലായിട്ട് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റിഫ്ലക്സീവ് എ ബിലോങ്സ് ടു ആർ, എക്സ് എക്സ് ബിലോങ്സ് ടു ആർ, ദാറ്റ് ഈസ് 1 1 ബിലോങ്സ് ടു ആർ സിൻസ് 1 ഈസ് divisible by 1, 2 2 belongs to R, 3 3 belongs to R, etc. 6 6 belongs to R. Therefore R is reflexive. Now we have to check symmetry. AB belongs to R implies BA belongs to R. For example, 2 4 belongs to R. That is 4 is divisible by 2. Dividing, but 4 2 not belongs to R because 2 is not divisible by 4. 2a
4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 is not divisible by 4. Therefore 4 to not belongs to R. Therefore the condition is not satisfied. Therefore R is not symmetric. Now third condition, xy belongs to R, yz belongs to R. That is, y is divisible by x and z is divisible by y. Therefore z is divisible by x. y x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സിനെ z കൊണ്ട് z is divisible by y. Then z is divisible by x. That is, xz belongs to R. Therefore R is transitive. ഇവിടെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Hence R is reflexive, symmetric and ഇവിടെ നോട്ട് സിമെട്രിക് ആണ്. നോട്ട് സിമെട്രിക്, സിമെട്രിക് അല്ല നമ്മൾ പ്രൂവ് ചെയ്തു. R is reflexive and transitive but not symmetric. Therefore it is not an equivalence relation. അതിൽ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്. അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചെയ്ത് നോക്കും. ആ എക്സാമ്പിളെല്ലാം സ്വന്തമായിട്ട് ചെയ്ത് നോക്കും. അതിൻ്റെ ആൻസർ അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.